ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ പ്രസംഗിച്ചതുപോലെ മുസ്ലിം ലീഗിന്റെ ഒരു MP നരേന്ദ്രമോദിക്കോ അമിത്ഷാക്കോ എതിരെ കൈ ചൂണ്ടി സംസാരിച്ചു എന്ന് എപ്പോഴെങ്കിലും നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ? അബ്ദുസമദ് സമദാനി നല്ല പ്രസംഗകനാണല്ലോ. അദ്ദേഹം ഇന്ത്യയുടെ പാർലമെന്റ് പിടിച്ചു കുലുക്കുന്ന പ്രസംഗങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് കഴിയില്ല. ഇന്നുവരെ ഇവിടെ ജോൺ ബ്രിട്ടാസ് പറയുന്നതിന്റെ 1000 കാതമകലെ എത്താൻ സമദാനിയുടെ വാക്കുകൾക്ക് കഴിയുന്നുണ്ടോ? മിസ്റ്റർ മോദിജി എന്നൊരു വാക്ക്, സമദാനിയുടെ ഒരു വാക്ക്, ഒരു പ്രസംഗം. സാധാരണ നമ്മളുടെ നാട്ടിലൊക്കെ പറയുന്നു, എണ്ണയും പുരട്ടി വാഴയെ കയറിയ പോലെയുള്ള പ്രസംഗമാണ് സമദാനി സാഹിബ് ഇന്ത്യയുടെ പാർലമെന്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എണ്ണയും പുരട്ടി വാഴയെ കയറിയ പോലെയുള്ള പ്രസംഗം. ആർക്കും ഒരു പ്രശ്നവുമില്ല, നല്ല പാട്ടിങ്ങനെ പാടും. തന്നെ പാർലമെന്റ് പാട്ട് പാടാനുള്ളതല്ല, കവിതൊക്കെ പറയാം. പക്ഷെ മോദിയുടെ മൂക്കിന് നേരെ വിരൽ ചൂണ്ടി സംസാരിക്കേണ്ടതെടുത്ത് സംസാരിക്കാൻ, താൻ പ്രതിനിധാനം ചെയ്യുന്ന ജനവിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ടോ ലീഗിന്റെ പാർലമെന്റ് മെമ്പർമാർക്ക്? അതാണ് ജോൺ ബ്രിട്ടാസിനോട് ഇത്ര ദേഷ്യം ലീഗുകാർക്ക്. നമ്മളുടെ MP-മാരിൽ ഇപ്പോ ഏറ്റവും ദേഷ്യം ആരോടാണ്? ജോൺ ബ്രിട്ടാസിനോട്. ബ്രിട്ടാസിനെ ട്രോളലാണ് ലീഗ് സൈബർ വിങ്ങിന്റെ പണി. കാരണം ബ്രിട്ടാസ് ഇങ്ങനെ സംസാരിച്ച നാട്ടിൽ ചോദിക്കൂലേ, സമദാൻ എന്താ ചെയ്യണം അവിടെയെന്ന്, ബഷീർ എന്താ ചെയ്യണം അവിടെയെന്ന് ചോദിക്കൂലേ, ഇവരെ നാവെന്താ ഇറങ്ങിപ്പോയോ എന്ന് അന്വേഷിക്കൂലേ ലീഗുകാർ? ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ സാധിക്കുമെന്ന് ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള ആളുകൾ കേരളത്തിൽ നിന്ന് പോയി തെളിയിക്കുകയാണ്. ആ സമയത്ത് ലീഗിന്റെ MP-മാര് സുഖനിദ്രയിൽ ആണ്ടുകിടക്കുകയാണ്. ഒരു വാചകം പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വിമർശിച്ചുകൊണ്ടോ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയെ വിമർശിച്ചുകൊണ്ടോ നടത്താൻ കഴിയുന്നില്ല. പേടിയാണ്.